Hope it's clear. Shall we start the class? I can start discussing. I hope all of you are doing good. Fine, my voice is clear. Hope my voice is clear. And today I'm going to discuss questions. Questions which are frequently asked for NG and NCLEX RN exam. Okay, so NG and NCLEX RN examന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to learn each and every important theory aspects. Okay, additionally you have to practice questions. Okay, സാധാരണയായിട്ട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഏത് രീതിയിലാണ് NCLEX RN എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് തിയറി പോർഷൻസ് ആണോ പഠിക്കേണ്ടത്, അതല്ല ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയോ. സോ അതിന്റെ ആൻസർ ആണ് ഞാൻ ഫസ്റ്റ് ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് തിയറി അറിയാതെ നമുക്കൊരിക്കലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് തിയറി സെഷൻസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കൺസൈസ്ഡ് ആയിട്ട് ഓരോ കണ്ടന്റും കൺസൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു വേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സും ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം സപ്പോസ് നമ്മളുടെ ആൻസേഴ്സ് തെറ്റിപ്പോവാം. അപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് തെറ്റുമ്പോൾ ഒരിക്കലും വറി ആവരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കീപ്പ് ഓൺ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ബുദ്ധിമുട്ട്, ഓക്കെ, എവിടെയാണ് നമ്മൾ വീക്ക് ആയിരിക്കുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അത് ക്വസ്റ്റ്യൻസ് ചെയ്തു വരുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. തിയറി പഠിക്കുമ്പം സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഫിനിഷൻ എന്താ, കോഴ്സ് എന്താ, സയൻസ് ആൻഡ് സിംറ്റംസ് എങ്ങനെയാണ്, അതിന്റെ ഇന്റർവെൻഷൻ, നഴ്സിംഗ് മാനേജ്മെന്റ്, അങ്ങനെ നമ്മൾ മഗപ്പ് ചെയ്ത് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പാത്തോഫിസിയോളജി. ഇപ്പൊ ഏത് കണ്ടീഷൻ എടുത്താലും അതിനൊരു ബേസിക് പാത്തോഫിസിയോളജി ഉണ്ട്. ആ പാത്തോഫിസിയോളജി പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വെൻ വി ലേൺ പാത്തോഫിസിയോളജി ദർ വുഡ് ബി ലൈക്ക് കോസസ്. ഓക്കെ, അപ്പൊ ഏത് കോസ് കൊണ്ടാണ് ഇങ്ങനൊരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്, സോ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നാണ് പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോസ് പഠിക്കണം. ആ കോസ് എങ്ങനെ ഒരു സിംറ്റത്തിലേക്ക് എത്തുന്നു, അതാണ് അൾട്ടിമേറ്റ്ലി ആ ഒരു പാത്വേ, പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത് ഓരോ കണ്ടീഷൻസും പഠിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ പാത്തോഫിസിയോളജി പഠിക്കുക. ഓക്കെ, പാത്തോഫിസിയോളജിയുടെ ഒരു കോംപ്ലിക്കേറ്റഡ് വേർഷൻ അല്ല, ബട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പാത്തോഫിസിയോളജി പഠിച്ചു വെക്കുക. സോ ദാറ്റ് പാത്തോളജി, ദാറ്റ് കോസ്, സിംറ്റംസ്, കോസ് എങ്ങനെ സിംറ്റത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്, കോസ് ആൻഡ് ഇഫക്റ്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫൈൻ. സോ what I'm going to do is I'll practice question and see, this is our second Facebook live. ഓക്കെ, ഇതിനു മുമ്പ് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മളുടെ സെക്കൻഡ് ഫേസ്ബുക്ക് ലൈവ് ആണ്. ഇനി മുന്നോട്ടും നമ്മൾക്ക് ഫേസ്ബുക്ക് ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക്
മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഗൈഡൻസ് ഞാൻ കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വേണം ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എങ്ങനെ കീ പോയിന്റ്സ് ഓർത്തു വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. Hope it's clear. As I said, this is the second Facebook Live. സോ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മെഡിക്കൽ എമർജൻസീസ് ആണ്. ഓക്കെ, സോ മെഡിക്കൽ എമർജൻസി എന്നുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ ഞാൻ NGN ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രഡീഷണൽ ക്വസ്റ്റ്യൻസും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. NGN ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് രണ്ടിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളൊരു അപ്രോച്ച് വേയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The nurse is working the triage position in emergency department. Okay, so question clear ayilo. Which client should be treated first? Okay, so there are 4 patients here. So where are you working? The nurse is working in a triage unit. Emergency department ile triage position lana nurse work ചെയ്യുന്നത്. So there are 4 patients here. ഈ 4 patientsile ഏത് പേഷ്യന്റിനെയാണ് ഏറ്റവും ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്? സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ ഉള്ള സിറ്റുവേഷൻ. സോ ഇവിടെ 4 പേഷ്യൻസ് ആണ്. ചിലപ്പം ഈ പ്രയോറിറ്റൈസേഷൻ 4 സിംറ്റംസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ മുമ്പിൽ വരുന്ന ഡേറ്റ, it could be patients or it could be symptoms, it could be causes, it could be interventions. Okay, എന്തു ആവട്ടെ അതിൽ നിന്ന് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രയോറിറ്റൈസേഷൻ സാധാരണയായിട്ട് കാൻഡിഡേറ്റ്സ് തെറ്റുവരുത്താറുള്ള ഒരു ഏരിയ ആണ് ഈ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് നോക്കാം ഈ 4 പേഷ്യൻസിൽ ആരെയാണ് ആദ്യം കെയർ ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പേഷ്യന്റ് ഈസ് എ ക്ലയന്റ് ഹു ഹാസ് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഫ്രം എ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. സോ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പേഷ്യന്റ്, എ ക്ലയന്റ് കംപ്ലൈനിങ് ഓഫ് എപ്പിഗാസ്ട്രിക് പെയിൻ ആൻഡ് നോസിയ ആഫ്റ്റർ ഈറ്റിംഗ്. സോ ഇവിടെ പേഷ്യന്റിന് എപ്പിഗാസ്ട്രിക് പെയിൻ ആൻഡ് നോസിയ ആഫ്റ്റർ ഈറ്റിംഗ്. Third is an elderly client who fell and fractured left femoral neck. And fourth is the client suffering from migraine headache and nausea. Okay, so ഇതാണ് 4 പേഷ്യൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4 പേഷ്യൻസിൽ ഏത് പേഷ്യന്റിനെയാണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, യെസ്. സോ ഇവിടെ what I'll do is I'll try to remove the wrong answer. Fine. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്, ട്രൈ ടു റിമൂവ് റോങ് ആൻസേഴ്സ്. സോ ഇതില് പ്രയോറിറ്റി ഇല്ല എന്ന് കരുതുന്നത് ഏത് പേഷ്യന്റ് ആണോ അത്ര പ്രയോറിറ്റൈസ്ഡ് അല്ല എന്ന് കരുതുന്ന പേഷ്യന്റിനെ നമുക്ക് പിന്നീട് നോക്കിയാൽ മതി. 4 പേഷ്യൻസിനെയും ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് കെയർ. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും 1-2 പേഷ്യൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ട പേഷ്യന്റ് ആയിരിക്കില്ല. ഓക്കെ, പ്രത്യേകിച്ച് ട്രയാജ് ഏരിയയിൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ട്രയാജ് ഏരിയയിൽ നിൽക്കുന്ന ഒരു രജിസ്റ്റേർഡ് നഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ടൈം ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പം ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ആ പേഷ്യന്റിന്റെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ലൈക് നമ്മളുടെ ഫസ്റ്റ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പേഷ്യന്റിന് ഞാൻ ഇപ്പൊ കെയർ കൊടുത്താൽ ആ പേഷ്യന്റ് വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും, അല്ലെങ്കിൽ പേഷ്യന്റിന് ഈസി ആയിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഒരു പേഷ്യന്റിന് കെയർ കൊടുത്തില്ലെങ്കിൽ
ആ പേഷ്യന്റ് ഒരു മേജർ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്ന പേഷ്യന്റിനെ നമുക്ക് കളയാം. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് പേഷ്യന്റ്, a client complaining of epigastric pain and nausea after eating, അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം പേഷ്യന്റിന് ഉണ്ടാവുന്ന എപ്പിഗാസ്ട്രിക് പെയിൻ ആൻഡ് നോസിയ വിച്ച് ഡസൻറ്റ് റിക്വയർഡ് an immediate attention. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമില്ല. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ജസ്റ്റ് റിമൂവ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, and what is third option? Elderly client who fell and fractured the left femoral neck. So femur fracture ആണ്. So definitely fracture ഉള്ള പേഷ്യന്റിന്റെ first prioritization definitely it is required. So അതിന് first priority വേണോ എന്നുള്ളതാണ് next question. Yeah. And fourth one is the client suffering from migraine headache and nausea. സോ ഇവിടെ മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ള ഒരു പേഷ്യന്റിന് നോസിയേറ്റഡ് ആണ്. ഓക്കെ, സോ മൈഗ്രെയിൻ്റെ ഒരു കോമൺ സൈൻ ആണ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. സോ അവിടെയും ഒരു പെട്ടെന്ന് ഒരു റിലീഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. രണ്ട്, മൈഗ്രെയിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും അത് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ് ഇൻ എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ഫൈൻ. സോ രണ്ട് പേഷ്യൻസിന് നമ്മൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്തു. ഇനി രണ്ട് പേഷ്യന്റ് ഉള്ളത്, ഒന്നാമത്തെ പേഷ്യന്റ് മൾട്ടിപ്പിൾ ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യന്റും രണ്ടാമത്തെ പേഷ്യന്റ് ഫീമർ ഫ്രാക്ചർ ആയിട്ടുള്ള ഒരു പേഷ്യന്റും. ഓക്കെ, ഡെഫിനറ്റ്ലി യെസ്, ഫീമർ ഫ്രാക്ചർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് കോംപ്ലിക്കേഷൻസ് വരാം. ഇറ്റ് കുഡ് ബി പൾമണറി എംബോളിസം ഓർ ഇറ്റ് കുഡ് ബി ലൈക്ക് എ ഫാറ്റ് എംബോളിസം. ആൻഡ് ഫസ്റ്റ് പേഷ്യന്റിന് വരാൻ ചാൻസ് ഉള്ള ഒരു കോംപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉള്ളത് കൊണ്ട് തന്നെ they would be getting chances for bleeding and hypovolemia. ഓക്കെ, അപ്പൊ നമ്മൾ എ ആൻഡ് സി വെൻ വി കമ്പയർ, സോ ആർക്കായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഓൾവേസ് ഇറ്റ് വുഡ് ബി ഫോർ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ദ ക്ലയന്റ് ഹു ഹാഡ് multiple injuries from a motor vehicle accident. Okay, so this is the answer here. The question answer is first one. Okay, so prioritization-il നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാരണവശാലും കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് പോവരുത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് ആൻസർ ഫോക്കസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് റോങ് ആൻസർ ഐഡന്റിഫൈ ചെയ്ത് റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, യെസ്. So the answer for this question is first option. And second question, സെക്കൻഡ് നമുക്കൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇത് ഓരോ കാൻഡിഡേറ്റിനും മനസ്സിലാവത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നൗ ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ദിസ് ഈസ് എ കേസ്. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ കേസ് ആണ്. ഈ കേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, fine. So I'll just zoom for you so that you all can read. Okay, so here case എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് കേസ്? യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പം പേഷ്യന്റിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ പേഷ്യന്റ് കേസ് എന്ന് പറയുന്നത്, അല്ലെ? സോ ഇതാണ് പേഷ്യന്റിന്റെ ഒരു ഡീറ്റെയിൽ. എ ക്ലയന്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് എന്യൂറസിസ് അറ്റ് നൈറ്റ് for the past 2 weeks and frequently requests to use the bathroom while at school. The client was previously toilet trained with no nighttime bedwetting for the last 6 months. The client recently relocated to a new home and nurse where the client lives with, and the school where the client lives with the parents. Okay, so ഇവിടെ എന്യൂറിസിസ് പാസ്റ്റ് 2 ആഴ്ചയായിട്ട് എന്യൂറിസിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആൻഡ് ഫ്രീക്വന്റ്ലി റിക്വസ്റ്റ് ടു യൂസ് ബാത്റൂം വൈൽ അറ്റ് സ്കൂൾ. സ്കൂളിൽ എപ്പോഴും ബാത്റൂം യൂസ് ചെയ്യണം. സോ ഈ ക്ലയന്റ് പ്രീവിയസ്ലി ടോയ്ലറ്റ് ട്രെയിൻഡ് ആണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ബെഡ് വെറ്റിംഗ് ഉണ്ടായിട്ടില്ലാത്തൊരു പേഷ്യന്റ് ആണ്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ഈ ക്ലയന്റ് റീലൊക്കേറ്റഡ് ടു എ ന്യൂ ഹോം. ഓക്കെ, ന്യൂ ഹോം ആൻഡ് സ്കൂൾ
പുതിയ ഹോമിലേക്കും മാറി, അതുപോലെ സ്കൂളിലേക്കും മാറി, വേർ ദ ക്ലയന്റ് ലീവ്സ് വിത്ത് ദ പാരൻസ്. ഓക്കെ, സോ ഇതാണ് ഒരു ഡേറ്റ. ഓക്കെ, അടുത്തത് ഇനി ഓരോ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് കേട്ടോ. സോ ഇനി ദിസ് ഇസ് ദ സിറ്റുവേഷൻ, പേഷ്യന്റിന്റെ സിറ്റുവേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പൊ പറയുന്നത്, പേഷ്യന്റിന്റെ ബേസിക് ഡാറ്റ. ഇനി അടുത്തത് ദിസ് ഇസ് ഓൾസോ എ ഡാറ്റ, പേഷ്യന്റിന്റെ ഡാറ്റ തന്നെയാണ്. Okay, so here the parent reports that the client has recently demonstrated fatigue, irritability, and multiple behavior outbursts that resemble past temper tantrum. And the client frequently reports feeling thirsty, no dysuria, and urinary hesitancy. Okay, സോ ഇവിടെ ഇനീഷ്യലി നമ്മുടെ പേഷ്യന്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ ക്ലയന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഇവിടെ അവരുടെ പാരന്റ്സ് പറയുന്ന റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാരന്റ് റിപ്പോർട്ട്സ് ദാറ്റ് ദ ക്ലയന്റ് ഹാസ് റീസെന്റ് ഡെമോൺസ്ട്രേറ്റഡ് ഫെറ്റീഗ്, ഓക്കെ, ഇറിറ്റബിലിറ്റി ആൻഡ് മൾട്ടിപ്പിൾ ബിഹേവിയറൽ ഔട്ട്ബേഴ്സ്റ്റ് ദാറ്റ് റിസംബിൾസ് പാസ്റ്റ് ടെമ്പർ ടാൻട്രം. അപ്പൊ ടെമ്പർ ടാൻട്രം പോലുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് പേഷ്യന്റിന് നന്നായിട്ട് തേഴ്സ്റ്റ് ഉണ്ട്, നോ ഡിസൂരിയ, ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ ഇല്ല, യൂറിനറി ഹെസിറ്റൻസിയും പേഷ്യന്റിന് ഇല്ല. ക്ലിയർ? സോ നൗ ഓൺ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ ക്ലയന്റ് അപ്പിയേഴ്സ് ടയേർഡ് ആൻഡ് ഇറിറ്റബിൾ. Client appears tired and irritable. Dry mucous membrane. No increased work of breathing. Lungs are clear in auscultation. Bilaterally, both lungs are clear. No cardiac murmurs. Okay, so these are the physical examination finding. Okay, we could say it is objective data. Fine. So patient tired ആണ്, irritable ആണ്, dry mucous membrane ആണ്. So when you read the condition or when you go through the case, what you need to do is you have to just analyze each and every symptoms and findings. If there is lab results, you have to just go through that itself. Fine. എല്ലാം നോക്കിയിട്ട് അതിൽ നിന്ന് വേണം നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ആണ്, നോ ഇൻക്രീസ്ഡ് വർക്ക് ഓഫ് ബ്രീതിങ്, fine, and lungs are clear and no cardiac murmur. So it may not be like related with a cardiac problem. Even respiratory related ആയിട്ടുള്ള symptoms ഒന്നും തന്നെ ഇതിനകത്ത് കാണാനില്ല. So ഒന്ന് mucous membrane dry ആണ്. So it would be just indicating dehydration. Okay, നമുക്ക് നോക്കാം ബാക്കിയുള്ളത് ഇനി. സോ നെക്സ്റ്റ് ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും കൂടെ തന്നിട്ടുണ്ട്. So past history, previous visit a year ago. Okay, ഒരു വർഷം മുമ്പ് വന്ന ഹിസ്റ്ററിയിൽ showed weight and height at the 40th percentile, and growth chart today shows the client's weight at 20th percentile and height at 40%. So weightum heightum 1 year ago 40th percentile ആയിരുന്നു, and currently the weight is 20th percentile and height is 40th percentile. Clear? Okay, now all the details together. Okay, ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലുണ്ട്. So you can just go through again. You have to just understand this, take a few minutes and read and understand, correlate each and everything. Then we will move to question. Okay, so ഇതാണ് ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്. ഈ കണ്ടന്റ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, I'll stop talking for a few seconds and you can just go through each and every content.
Okay, so moving back to the question again. Okay, so case എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്യൂറിസിസ് ലാസ്റ്റ് 2 weeks ആയിട്ട് എന്യൂറിസിസ് പറഞ്ഞു. ഓൾറെഡി ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. ആളെ ഇപ്പൊ റീസെന്റ് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഹൗസ് ആൻഡ് സ്കൂൾ. അവര് പാരന്റ്സിന്റെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. ഫൈൻ. അവർ പാരന്റ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫെറ്റീഗ് ആണ്, ഇറിറ്റബിൾ ആണ്, മൾട്ടിപ്പിൾ ബിഹേവിയറൽ ഔട്ട്ബേസ്റ്റ് കാണുന്നുണ്ട്, റിസംബിൾഡ് വിത്ത് പാസ്റ്റ് ടെമ്പർ ടാൻട്രം, no dysuria, no urinary hesitancy, fine dry mucous membrane, and there is no problem in breathing and lungs are clear and cardiac murmurs absent. And past, when we compare with the past weight and height report, weight has reduced and height remains the same. Okay, so ഇതാണ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽ ബേസ് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽ ബേസ് ചെയ്തിട്ട് മാനേജ്മെന്റ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. Which of the following statement by the client's parents indicate a correct understanding of the teaching about management of type 1 diabetes mellitus? So here, this particular situation, see തന്നിരിക്കുന്ന നമ്മളുടെ കേസ് ഒരു ഡയബറ്റിസ് മെലിറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് കോമൺലി ആരിലായിരിക്കും വരുന്നത്? ചിൽഡ്രൻ. ഓക്കെ, 0 to 20 ഇയേഴ്സിലാണ് യൂഷ്വലി ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഒരു പേഷ്യന്റിന് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് മാനേജ്മെന്റ്. ഓക്കെ, സോ വിൽ സി. ഇവിടെ നമുക്ക് വേണ്ടത് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ആണ്. സോ ദർ ആർ 5 റെസ്പോൺസ്. ഈ 5 റെസ്പോൺസിൽ നിന്നും ബെറ്റർ റെസ്പോൺസ്. ഫൈൻ, നോട്ട് ഓൺലി 1. നിങ്ങൾക്ക് എത്ര ആൻസർ സെലക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, എൻറ്റയർ ആൻസേഴ്സും സെലക്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ യെസ്. So first option says, I may need to administer insulin more frequently when my child is ill. Second is, insulin requirement will change as my child grow. Third, insulin should be injected deeply enough to reach the muscles. Fourth one is, overnight social events should be avoided to prevent changes in my child's routine. Fifth one, proper diet and exercise can eliminate the need for insulin during adulthood. Okay, so ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. സോ ഈ ഓപ്ഷനിൽ നിന്നും ബെറ്റർ ആൻസർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ് അനുസരിച്ച് ഈ കുഞ്ഞിന് എക്സസീവ് ആയിട്ടുള്ള യൂറിൻ, നൈറ്റ് ടൈം യൂറിനേഷൻ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഡയഗ്നോസിസ് ഏകദേശം റിസംബിൾഡ് ആയിട്ട് നിൽക്കുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ കേസിലെ കണ്ടീഷൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. ഈ കേസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് ഏത് കണ്ടീഷൻ ആണെന്ന് വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, ഈ കേസ് സ്റ്റഡിയിൽ ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, ഇത് ഡയബറ്റിസ് മെലിറ്റസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടീച്ചിങ് അബൌട്ട് മാനേജ്മെന്റ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് what is type 1 diabetes. Okay, നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കണ്ടീഷൻ, ലൈക്ക് what is type 1 diabetes. There are 2 diabetes. type 1 diabetes ഉണ്ട്, അതുപോലെ തന്നെ type 2 diabetes ഉണ്ട്. type 1 diabetes ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് ചിൽഡ്രൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല. സ്റ്റിൽ ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ ടൈപ്പ് 2 ഡയബറ്റീസ് യൂഷ്വലി അഡൽട്സിന് അക്യൂർഡ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടോ ഏജ് കൊണ്ടോ ഡയറ്റിലെ വേരിയേഷൻസ് കൊണ്ടോ മെഡിക്കേഷൻസ് കൊണ്ടോ ഒബിസിറ്റി കൊണ്ടൊക്കെ വരാവുന്ന അക്യൂർഡ് കൈൻഡ് ഓഫ് ഡയബറ്റിസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഓക്കെ, എന്നിരുന്നാൽ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് യൂഷ്വലി ചിൽഡ്രൻ ആണ് കാണുന്നത്.
ചിൽഡ്രന് മാത്രമേ കാണുള്ളൂ എന്നില്ല കേട്ടോ. അഡൽറ്റിനും ടൈപ്പ് 1 ഡയബറ്റിസ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ കൊണ്ട് വരാം. ബട്ട് യൂഷ്വലി ഒരു 90% നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ് കോമൺലി എക്സ്പെക്ടഡ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, സോ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ വരുന്ന പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇൻസുലിൻ ഇറ്റ്സ് എ ഹോർമോൺ. Okay, it is produced by the pancreas. Basically, in pancreas, there is islets of Langerhans. That is an endocrinal responsible group of cells. Okay, pancreas is like it's having two functions. Pancreas in a rendu function ആണുള്ളത്. ഒന്ന് എൻഡോക്രൈനൽ ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എക്സോക്രൈനൽ ഫംഗ്ഷനും ഉണ്ട്. സോ ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി റിലേറ്റഡ് ടു എൻഡോക്രൈനൽ ഫംഗ്ഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിന് പറയുന്ന പേരാണ് islets of Langerhans. Okay, ഈ islets of Langerhans there are different kinds of cells, alpha cells, beta cells, delta cells. Okay, so ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് പോകുന്നില്ല. സോ അതിലെ ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. ഓക്കെ, സോ ഇത് വൈഡ് വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ട് ഈസ് ഇൻസുലിൻ? ഇൻസുലിനെ കുറിച്ചും ഡയബറ്റീസിനെ കുറിച്ചും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ബട്ട് ബേസിക് കോൺസെപ്റ്റ് ഇസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻസുലിൻ യൂഷ്വലി ഹെൽപ്പിംഗ് us to maintain normal blood sugar level. സോ ബ്ലഡിലെ ഷുഗർ ലെവൽ മാനേജ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഓക്കെ, സോ ടൈപ്പ് 1 ഡയബറ്റീസിൽ വാട്ട് ഹാപ്പൻസ് യു നോ, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. Okay, so insulin will be completely absent in type 1 diabetes, whereas it could be because of any of congenital anomaly. Okay, so എന്തെങ്കിലും പാൻക്രിയാസിന് ഉണ്ടാവുന്ന congenital anomaly കൊണ്ടാവാം, or the beta cells are not active enough. Okay, beta cells proper ആയിട്ട് ആക്റ്റീവ് ആവാത്തത് കൊണ്ടോ ഇൻസുലിന്റെ അളവ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻസുലിൻ വിൽ ബി കംപ്ലീറ്റ്ലി സീറോ. Okay, no insulin in patient's body or a person's body. Okay, അപ്പൊ ഇൻസുലിൻ അങ്ങനെ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആവുന്ന ഒരു കണ്ടീഷൻ ആണ് type 1 diabetes. Okay, so what happens if there is no insulin? The sugar or the blood glucose may not be controlled, so the blood glucose get accumulated in the blood. Okay, so hyperglycemia will be expected. Okay, usually insulin helps to store extra glucose into the cell. Okay, so insulin usually help ചെയ്യുന്നത് എന്തിനാ? എക്സ്ട്രാ ഗ്ലൂക്കോസിനെ സെല്ലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ഒരുപാട് കൂടുതലായിരിക്കും, ബിക്കോസ് എക്സ്ട്രാ ബ്ലഡ് ഗ്ലൂക്കോസ് ആർ നോട്ട് സ്റ്റോറിംഗ് ഇൻ ടു ദ സെൽ. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഫൈൻ. സോ ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻസുലിൻ കംപ്ലീറ്റ്ലി ഇവിടെ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പേഷ്യന്റിന് ഇൻസുലിൻ റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ ഹോർമോൺ കോൾഡ് ആസ് ഇൻസുലിൻ ആൻഡ് ദാറ്റ് ഇസ് ആബ്സെന്റ് there. അപ്പൊ ഇവിടെ ടൈപ്പ് 1 ഇൻസുലിൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. സോ ഇൻസുലിൻ ആബ്സെന്റ് ആവുന്ന സിറ്റുവേഷനിൽ ലൈക്ക് ഇൻസുലിൻ ഈസ് ആബ്സെന്റ്. സോ ഇനി എന്താണ് ഇതിനകത്താകെ മാനേജ് ചെയ്യാനുള്ളത്? ഇൻസുലിൻ ആബ്സെന്റ് ആണെങ്കിൽ വാട്ട് ക്യാൻ ഹാപ്പൻ? ഇറ്റ് കോസസ് ഹൈപ്പർഗ്ലൈസീമിയ. യാ, ഓക്കെ, സോ ഇൻസുലിൻ ആബ്സെന്റ് ആവുന്നു. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് വിത്ത് ഹൈപ്പർഗ്ലൈസീമിയ. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ ഗിവിംഗ് ഇൻസുലിൻ. ഓക്കെ, സോ യു നീഡ് ടു ജസ്റ്റ് റീപ്ലേസ് ഇൻസുലിൻ ഫോർ ദ patient. Okay, so insulin completely absent ആയതുകൊണ്ട് തന്നെ we have to replace insulin lifelong. So it is otherwise considered as insulin dependent diabetes mellitus. So this is otherwise considered as insulin dependent diabetes mellitus. Okay, type 1 diabetes is otherwise considered as insulin dependent diabetes mellitus. Okay, എന്തുകൊണ്ടാണ് അത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ഇൻസുലിൻ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ഫൈൻ. സോ അതുകൊണ്ട് ദ പേഷ്യന്റ് റിക്വയർസ് ആൻ exogenous insulin replacement lifelong. Okay, yeah. സോ ഇങ്ങനെയുള്ള പേഷ്യന്റിനെയാണ് കേട്ടോ നമ്മൾ മാനേജ് ചെയ്യുന്നത്. സോ നൗ യു ക്യാൻ റീഡ് ദ ഓപ്ഷൻ. ഓപ്ഷൻ 1 says I may need to administer insulin more frequently when child is ill. So here option 1 says when the child become sick നമുക്ക് ഇൻസുലിൻ കൂടുതൽ കൊടുക്കേണ്ട വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്?
So when you get select all that apply kind of question, select all that apply kind of questions വരുമ്പോൾ what you need to do is you have to ask question to each of the option. Is it true or false? Okay. So നമ്മുടെ select all that apply ലെ ഓരോ ഓപ്ഷൻസിന്റെ അടുത്ത് നമ്മൾ ചോദിക്കണം true or false. If it's true, better select. If it's false, better avoid. Okay. Select all that apply വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഓരോ ഓപ്ഷനോടും true ആണോ false ആണോ എന്ന് ചോദിക്കണം. True ആണെങ്കിൽ you can select that. And if it is false, you can just ignore it. Fine. So option 1 says കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുമ്പം അല്ലെങ്കിൽ സിക്ക് ആവണ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? എക്സ്ട്രാ ഇൻസുലിൻ കൊടുക്കണം. ദിസ് ഈസ് ട്രൂ. ഓക്കെ. സോ ഇത് ട്രൂ ആണ്. ദിസ് ഇസ് നോട്ട് ഓൺലി അപ്ലിക്കബിൾ ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ്. പ്ലീസ് റിമെമ്പർ ദിസ്. ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യന്റിന് അസുഖം വരുന്ന സമയത്ത് അത് ഫീവർ ആവട്ടെ, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവട്ടെ, ഓർ ഇറ്റ് കുഡ് ബി എനി യൂറിനറി ഇൻഫെക്ഷൻ, യൂഷ്വലി നമ്മൾ വിചാരിക്കുന്നതും പലപ്പോഴും തെറ്റിദ്ധാരണയിൽ പോകുന്നതും ഇൻസുലിന്റെ റിക്വയർമെന്റ് കുറയും എന്നാണ്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് പനിയുള്ള സമയത്ത് എന്നും എടുക്കുന്ന പോലെയുള്ള ഇൻസുലിൻ ആവശ്യമില്ല എന്ന് പലയിടത്തും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. When the patient is in infection, or when the patient is in stress, or when the patient becomes sick, metabolic requirement always increases. As a result of that, insulin requirement will also increase. Very simple. പനി ഉണ്ടാവുന്ന സമയത്ത്, ഫീവർ ഉള്ള സമയത്ത് പേഷ്യന്റിന്റെ ഇൻസുലിൻ റിക്വയർമെന്റ് നേരത്തെക്കാളും കൂടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. സാധാരണ ഇവിടെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പനിയാണ്, പേഷ്യന്റ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, സോ ഇൻസുലിൻ കൊടുത്തു കഴിയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇൻസുലിന്റെ അളവ് കുറയ്ക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഓക്കെ. സോ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ പേഷ്യന്റിന്റെ ഇൻസുലിൻ റിക്വയർമെന്റ് will increase. So first option is true. What is second option? Insulin requirement will change as my child grow. കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ഇൻസുലിൻ റിക്വയർമെന്റ് ചേഞ്ച് ആവും. This is also absolutely true. Why? As the child grow, what will happen? The metabolic requirement increases. കുഞ്ഞു വളരുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ ഫുഡിന്റെ ആവശ്യകത കൂടും, കുഞ്ഞിന്റെ മെറ്റബോളിക് റേറ്റ് കൂടും. So this is also true statement. Okay. Yes. Upper first one is true, second one is true. And third one, insulin should be injected deeply enough to reach muscles. Like it's false. We give to subcutaneous tissues. Overnight social event should be avoided to prevent changes in my child's routine. This is not at all associated with the management of diabetes. So it is false. Yeah. And last one is proper diet and exercise can eliminate the need for insulin during adulthood. Adulthood ആവുമ്പോൾ ഈ പേഷ്യന്റിന് പ്രോപ്പർ ഡയറ്റും എക്സസൈസും ചെയ്താൽ ഇൻസുലിന്റെ റിക്വയർമെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഡയറ്റും എക്സസൈസും ചെയ്യുവാണെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട വരത്തില്ല. But initially I said this particular patient, type 1 diabetic mellitus client, requires insulin lifelong. That is what it is otherwise known as diabetic insulin dependent diabetes mellitus. So fifth option is also false. So how many trues and how many false here? There are 2 trues and 3 false. So our answer is, so നമ്മളുടെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഈസ് ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഓക്കെ. യെസ്. സോ ഇങ്ങനെ വേണം സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ആൻസേഴ്സ് എടുക്കുമ്പം. ഇഫ് യു ഹാവ് എനി വൺ of you have any doubts, you are always welcome to ask. Okay. Next question.
Next question, a client with a chronic kidney disease has a large pleural effusion. What finding characteristic of a pleural effusion does the nurse expect? Select all that apply. Okay, so this is very small question. So pleural effusion. Now we have to just remember what is pleural effusion.